സമൂഹ മാധ്യമങ്ങളിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു കുറിപ്പ് എന്നിലെ സാമ്പത്തിക ശാസ്ത്ര അധ്യാപികയ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആ കുറിപ്പ് ഇപ്രകാരമായിരുന്നു. ഒരു മനുഷ്യൻ എഴുതുകയാണ്, ഞാനെൻ്റെ വീട് ഇടിച്ച് പൊളിച്ച് കളയാൻ പോവുകയാണ്. കുറച്ച് ദേഷ്യത്തിലാണ് എഴുതി തുടങ്ങിയിരിക്കുന്നത്. 5 കിടപ്പുമുറികളുള്ള വലിയ 2 നില വീട്, താഴെ 2 ബെഡ്റൂം, മുകളിൽ 3 ബെഡ്റൂം, താഴെ ഒരു ഹാള്, അതിനാവശ്യമായ കിച്ചൺ, വർക്ക് ഏരിയ തുടങ്ങിയ കാര്യങ്ങൾ, മുകളിൽ കുട്ടികൾക്ക് സ്റ്റഡിക്കൊക്കെ പറ്റിയ വിധത്തിൽ സ്റ്റഡി ഏരിയയോടുകൂടിയുള്ളൊരു ഹാള്, കൂടാതെ ഒരു 3 ബെഡ്റൂം. ഒരു സാധാരണ ഉദ്യോഗസ്ഥനായ മനുഷ്യൻ കയ്യിൽ ഉണ്ടായിരുന്ന പൈസയും ബാക്കി ബാങ്ക് ലോണും എല്ലാം എടുത്ത് സ്വരുക്കൂട്ടി ഉണ്ടാക്കിയതാണ്. വർഷങ്ങളുടെ EMI ലോൺ അടച്ച് വേണം തീർക്കാനും. എന്നാലും അദ്ദേഹം അത്രയും നല്ലൊരു വീട് വെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ കണക്കൂട്ടൽ ഇപ്രകാരമായിരുന്നു. എനിക്ക് 3 മക്കളാണുള്ളത്. അതുകൊണ്ട് 3 മക്കൾക്കും അവരുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് കുറച്ചുകൂടി മുതിർന്നൊക്കെ കഴിയുമ്പോൾ അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ഓരോ ബെഡ്റൂമുകൾ ഉണ്ടാകട്ടെ. അപ്പോൾ മുകളിൽ 3 ബെഡ്റൂമുകളായി, താഴത്തെ ഒരു ബെഡ്റൂം ഞങ്ങൾക്ക് ഉപയോഗിക്കാം, എനിക്കും ഭാര്യയ്ക്കും, പിന്നെ ഒരെണ്ണം ഗസ്റ്റ് റൂമുമായിട്ട് കിടക്കട്ടെ. ഇതെല്ലാം ഭയങ്കര പ്ലാനിങ് ആയിരുന്നു. ആ പ്ലാൻ ചെയ്തതുപോലെ തന്നെ അദ്ദേഹം നല്ലൊരു വീട് വെച്ചു. ശമ്പളത്തിൽ നിന്ന് നല്ലൊരു എമൗണ്ട് എല്ലാ മാസവും EMI ആയിട്ട് അല്ലെങ്കിൽ മന്ത്ലി അടയ്ക്കേണ്ട ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടച്ചും കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തെ ഇച്ചിരി ചുരുക്കി ജീവിക്കേണ്ടിയും വന്നു. എന്നാലും മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധാലുവായതിനാൽ അക്കാര്യത്തിൽ ഒട്ടും പിശുക്ക് കാണിക്കാതെ തന്നെ പിള്ളേർക്ക് നല്ല സ്കൂളുകളിൽ ചേർക്കുകയും നല്ല വിദ്യാഭ്യാസം നൽകുകയും നല്ല രീതിയിലുള്ള ജീവിത മേഖലയ്ക്ക് കടന്നു പോകാൻ തക്ക വിധത്തിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. കടവും ലോണും ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നതും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഈ 3 പേരും ഈ രാജ്യം വിട്ടുപോയി. അവർ ഉയർന്ന ജോലികൾ തേടി, മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ തേടി, മെച്ചപ്പെട്ട തൊഴിൽ രംഗങ്ങൾ തേടി പോയി. ഇപ്പോൾ അദ്ദേഹവും ഭാര്യയും ഏതാണ്ട് 50 വയസ്സ് കഴിഞ്ഞ് 60നോട് അടുക്കുന്ന ഈ ഒരു സമയത്ത് ഈ വലിയ വീട്ടിൽ ഒറ്റപ്പെട്ടപ്പോൾ അവർ തോന്നുകയാണ്, എന്തിനാണ് ഞാൻ ഇത്രയും നല്ല വലിയ വീട് വെച്ചത്? ഇവിടെ താമസിക്കാൻ ആരുമില്ല. ഞങ്ങൾക്കാകട്ടെ ഇത്രയും വലിയ വീട്ടിൽ ഞങ്ങൾ 2 പേരും മാത്രം ഈ വാർദ്ധക്യത്തിൽ ജീവിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നത് പോലെയാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ വീടിനെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞാലോ എന്ന് വരെ ദേഷ്യം വന്നുകൊണ്ട് ഞാൻ ചിന്തിച്ചു പോവുകയാണ്. നമ്മുടെ മലയാളിയുടെ ഭവനത്തെക്കുറിച്ചുള്ള, വീടിനെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ മാറി മറിയുകയാണ്. സാമ്പത്തിക ശാസ്ത്രം അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിരിക്കുന്ന ഒരു മേഖല വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു കാലത്ത് വളരെ പൊങ്ങച്ചത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പണിത വീടുകൾ ഇന്ന് പലപ്പോഴും ഒരു ഭാരമായി വരുന്ന അവസ്ഥയാണ്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ 60നും 80നും ഇടയ്ക്കാണ് ഈ മധ്യാഹ്നം എന്ന് വിളിക്കുന്നത്. 80 കഴിഞ്ഞെന്നാൽ സായാഹ്നം എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണ് ജീവിത രേഖയെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ മധ്യാഹ്നത്തിൽ ഭാരമായിട്ട് വരുന്നതായിട്ട് കാണുന്നു. കാരണം വീട്ടിൽ താമസിക്കാൻ ആളില്ല. ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച് ലക്ഷക്കണക്കിന് 14 ലക്ഷത്തോളം വീടുകൾ ആളില്ലാതെ കേരളത്തിൽ കിടപ്പുണ്ട് എന്നാണ് പറയുന്നത്. ഗൾഫിലേക്കും UK-യിലേക്കും USA-യിലേക്ക് കുടിയേറിയ നമ്മുടെ മക്കൾ അവിടെ ചെന്നതിന് ശേഷം ആദ്യം ചെയ്യുന്നത് നാട്ടിലെ വീട് പൊളിച്ച് പണിത് വലുതാക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ഒരു കാലഘട്ടത്തിൽ അതൊരു ആഡംബരമായിട്ടും ഇച്ചിരി പൊങ്ങച്ചമായിട്ടുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഞങ്ങൾ US-ൽ നിന്നുകൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലെ വീട് നന്നാക്കിയില്ലെങ്കിൽ ശരിയല്ലല്ലോ എന്നുള്ളൊരവസ്ഥ. അങ്ങനെ നാട്ടിലെ വീടിനെ അവർ പൊളിച്ച് പണിത് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ മാറ്റി, അതിൻ്റെ എലിവേഷൻ, അതിൻ്റെ ഔട്ട്ഡോർ കാഴ്ചകളൊക്കെ മാറ്റി സൂപ്പറാക്കുന്നു. പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ സൂപ്പറായൊരു നല്ല വീട് അവർ പണിത് വെച്ചു. പണ്ട് വർഷത്തിലൊരിക്കലോ 2 വർഷത്തിലൊരിക്കലോ ഇവർ നാട്ടിൽ വരുമ്പോൾ വലിയൊരു ആഘോഷമുണ്ടായിരുന്നു. ഇന്ന് മാതാപിതാക്കളെയും കൂടി അങ്ങോട്ട് കൊണ്ടുപോകുന്നൊരു ട്രെൻഡ് വളർന്നതിന് ശേഷം ഒഴിഞ്ഞു കിടക്കുന്ന താമസമില്ലാത്ത വീടുകളുടെ എണ്ണം ഏറുകയാണ്. മധ്യ തിരുവിതാംകൂർ പ്രദേശങ്ങളിൽ അതുകൊണ്ട് തന്നെ പകുതി വിലയ്ക്ക് വിൽക്കാനായി അനേകം വീടുകൾ ഇപ്പോൾ പരസ്യത്തിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ പരസ്യം കാണുമ്പോൾ അത്രയും സെൻറ്റ് സ്ഥലവും ഇത്രയും വലിയ വീടും കൂടി ഇത്രയും നിസ്സാര വിലയ്ക്ക് വിൽക്കുകയോ ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞങ്ങളിനി നാട്ടിലേക്ക് വരുന്നില്ല, പിന്നെ എന്തിനാണ് ആ വീട് അങ്ങനെ കിടക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ കഷ്ടപ്പെട്ട് ഇല്ലായ്മയിൽ നിന്ന് ലോൺ എടുത്തുണ്ടാക്കിയ ഭവനം, വീട് ഇന്ന് ഭാരമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് മാറി. കാരണം വീടും ഭവനവും തമ്മിൽ വ്യത്യാസമുണ്ട്. ദർ ഇസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹൗസ് ആൻഡ് ഹോം.
വീട് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്ഷൻ സാധനമാണ്. അത് ഇഷ്ടിക, കമ്പി, സിമെൻറ്റ് തുടങ്ങിയത് വെച്ച് കെട്ടിപ്പൊക്കിയ ഒരു സ്ട്രക്ചറാണ്. ഭവനം എന്ന് പറയുന്നത് അതിൽ താമസിക്കുന്ന വ്യക്തികളുടെ ഊഷ്മളതയും സ്നേഹവും സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്സും പരസ്പരമുള്ള കരുതലും വരുന്നതിനെയാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് നമുക്ക് കയറി ചെല്ലാൻ തോന്നുന്ന സ്ഥലത്തിനെയാണ് ഭവനമെന്ന് വിളിക്കുന്നത്. വീടെന്ന് വിളിക്കുന്നത് കെട്ടിടത്തെയാണ്. അപ്പോൾ വീടും ഭവനവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഭവനമല്ലാതായി തീർന്ന വീടുകൾ ഇത് നമ്മുടെ ചുറ്റുപാടും ഏറുകയാണ്. ഇങ്ങനെ ഏറുന്ന ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് പാർപ്പിടത്തെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറി മറിയുകയാണ്. എന്തിനാണ് പലപ്പോഴും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു IT ഉദ്യോഗസ്ഥൻ എന്നോട് പറയുകയായിരുന്നു, ഞാൻ വാടകയ്ക്കേ താമസിക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചാൽ അതെന്താണ്, വാടകയ്ക്ക് തന്നെ അല്ല, വീട് പണിയണമെങ്കിൽ സ്ഥലം മേടിക്കാൻ ഒത്തിരി കാശ് വേണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവിടെ വീട് പണിയണമെങ്കിൽ ഞാൻ ലോൺ എടുക്കണം. ഞാൻ ലോൺ എടുക്കുമ്പോൾ അടയ്ക്കുന്ന പലിശയുടെ പകുതി മതി എനിക്ക് വാടക. അപ്പം ഞാൻ ചോദിച്ചു, സാറേ അങ്ങനെയല്ലല്ലോ സാറേ, അപ്പോൾ വീട് സ്വന്തമാകത്തില്ലേ? ഈ പലിശയൊക്കെ അടച്ചടച്ച് വരുമ്പോൾ കുറേ കഴിയുമ്പോൾ വീട് സ്വന്തമാകത്തില്ലേ? അപ്പോൾ ഈ പുള്ളി എന്നോട് പറയും, സ്വന്തമായിട്ട് എന്തിനാ, നമ്മുടെ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടെന്ന് എന്നെ ഉറപ്പ്. 12ാം ക്ലാസ് കഴിയുമ്പോൾ പിള്ളേർ അവരുടെ കാര്യം നോക്കും. അപ്പോഴെനിക്ക് വേണമെങ്കിൽ നാട്ടിലോട്ട് തിരിച്ചു പോകാമല്ല, ഞാൻ ഈ സിറ്റി തന്നെ കിടക്കേണ്ട ഒരു കാര്യമില്ല, എനിക്കെന്നെ നാട്ടിലോട്ട് തിരിച്ചു. ചിന്തകൾ മാറുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ കൺസെപ്റ്റുകൾ മാറി മാറി വരുന്നു. ഇതനുസരിച്ച് സാമ്പത്തിക ട്രെൻഡുകളും വരുന്നു. ഈ ട്രെൻഡുകൾ മാറുന്നതനുസരിച്ചുള്ളൊരു സാമ്പത്തിക സാക്ഷരത നമുക്ക് ആവശ്യം. ഈ സാക്ഷരത ഇല്ലാത്തത് കൊണ്ടാണ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി, ഫിനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്തത് കൊണ്ടാണ് പലരും ആരെയോ കാണിക്കാൻ വേണ്ടി വലിയ വീടുകൾ പണിതത്. ഫിനാൻഷ്യൽ ലിറ്ററസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എപ്പിസോഡ് ഈ ഒരു സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. നമുക്കറിയാം, എഡ്യൂക്കേഷൻ എന്നുള്ള വാക്ക് എഡ്യൂക്കാരെ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉടലെടുത്തത്. ഈ എഡ്യൂക്കാരെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ടു ബ്രിങ് ഫോർത്ത് എന്നാണ്. ടു ബ്രിങ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് എടുക്കുക എന്നുള്ളതാണ്, പുറത്തോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിലൂടെ സംഭവിക്കുന്ന ഒരു വ്യക്തിയുടെ അന്തർലീനമായിരിക്കുന്ന ഉള്ളിൽ തന്നെ കിടക്കുന്ന ചില കഴിവുകളെ, സാധ്യതകളെ പുറത്തോട്ടെടുക്കുന്ന പ്രക്രിയയുടെ പേരാണ് വിദ്യാഭ്യാസം. അതിന് നമ്മൾ വിദ്യാലയത്തിലൂടെ അല്ല കടന്നു പോകേണ്ടത്, വിദ്യ നമ്മിലൂടെയാണ് കടന്നു പോകേണ്ടത്. വിദ്യ നമ്മിലൂടെ കടന്നു പോകുമ്പോൾ സംഭവിക്കുന്നൊരു മാറ്റം, അതാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക രംഗത്തൊരു വിദ്യാഭ്യാസം ആവശ്യമുണ്ട്. പലരും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ മറ്റെല്ലാ വിഷയവും പഠിക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ലാംഗ്വേജസ്, ഭാഷകൾ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം പഠിക്കും. പക്ഷേ ഒരു സാമ്പത്തിക സാക്ഷരത പഠിക്കുന്നില്ല. ചില സ്കൂളുകളിലെങ്കിലും അവരുടെ ചില ടെക്സ്റ്റുകളിൽ ഒരധ്യായമായിട്ടൊക്കെ ഈ സാമ്പത്തിക വിഷയം ഇടുന്നുണ്ട്. എന്നാൽ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എന്നാൽ RBI ഒക്കെ വളരെയധികം ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, കുഞ്ഞു ക്ലാസ്സിൽ തുടങ്ങി തന്നെ സാമ്പത്തിക സാക്ഷരത കൊടുക്കണമെന്ന്. പക്ഷേ എങ്ങനെയോ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ വന്നു ചേരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും പലർക്കും സാമ്പത്തിക അബദ്ധങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് അവർ സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത് തന്നെ. സാമ്പത്തിക അച്ചടക്കം എന്താണ്, ഇതൊക്കെ അവർ പഠിച്ചു വരുന്നത്, അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം എന്താണെന്നൊക്കെ പഠിച്ചു വരുന്നത് ജീവിതത്തിൻ്റെ ഒരു നല്ല നാൾ കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ ഒരു 40കളിലാണ്, 50കളിലാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യൻ വീട് വെച്ചതുപോലെ അയാൾക്ക് കാര്യങ്ങൾ വിവേചിച്ച് അറിഞ്ഞ് കിട്ടിയപ്പോഴത്തേക്കും വയസ്സ് 50 കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കൊരു സാമ്പത്തിക സാക്ഷരത ആൻഡ് എഡ്യൂക്കേഷൻ ലിറ്ററസി ആവശ്യമുണ്ട്. ഈ എഡ്യൂക്കേഷൻ ലിറ്ററസി വന്നു കഴിഞ്ഞാലേ മാത്രമേ നമുക്ക് എപ്രകാരമാണ് എൻ്റെ ജീവിതത്തിലെ സാമ്പത്തികത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഉദാഹരണത്തിന് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഘടകങ്ങളുണ്ട്. വരുമാനം, ചിലവ്, കടം, സമ്പാദ്യം, നിക്ഷേപം, ഇൻഷുറൻസ്, ആരോഗ്യപരിപാലനം, പിന്നെ ബജറ്റ്, ടാക്സ്, എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സാമ്പത്തിക ലിറ്ററസിയിലുള്ളതെന്നറിയാമോ? സാമ്പത്തിക സാക്ഷരതയിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കടന്നു വരുന്നു. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. വരവ്, ചിലവ്, കടം, സമ്പാദ്യം, ആരോഗ്യപരിപാലനം, ടാക്സ്, ഇൻഷുറൻസ്, ട്രേഡ്, ബജറ്റ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ അനുദിന ജീവിതമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഇതാരും പഠിക്കുന്നില്ല, ആരും പഠിപ്പിക്കുന്നുമില്ല. ഇനി ഇതിന് അവൈലബിളായിട്ടുള്ള സാധ്യതകളിലേക്ക് ആരും ചെന്നുപെടുന്നുമില്ല. അതുകൊണ്ട് ഒരു സാമ്പത്തിക സാക്ഷരത ആവശ്യം. കഴിഞ്ഞ ദിവസം ഒരു അധ്യാപിക, എൻ്റെ സുഹൃത്താണ്,
സുഹൃത്തായ അധ്യാപിക എന്നോട് ചോദിച്ചു. റിട്ടയർഡ് അധ്യാപികയാണ്, ഒരു 65 വയസ്സിന് മേലെ പ്രായമുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ഡൈനിങ് ടേബിളും കൂടി പണിയുകയാണ്, എന്നിട്ട് ചെറിയ വർക്ക് ഏരിയയും കൂടി പണിയുകയാണ്. വലിയ ഡൈനിങ് ടേബിൾ അവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വരും ഉപയോഗിക്കാം, അപ്പം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറിയ ഡൈനിങ് ടേബിളും കൂടി പണിയുകയാണ്. അതിനുശേഷം ഒരു വർക്ക് ഏരിയയും അടുക്കളയ്ക്ക് ഒരു സ്റ്റോറും. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കാം, ടീച്ചറിൻ്റെ വീടിന് സ്റ്റോർ റൂം ഉണ്ടോയെന്ന് ചോദിച്ചാണ് തുടങ്ങിയത്. എനിക്ക് പ്രത്യേകിച്ച് സ്റ്റോർ റൂമൊന്നുമില്ല, എൻ്റെ അടുക്കളയിൽ തന്നെ ഒത്തിരി കബേർഡുകളുണ്ട്, അത് തന്നെയാണ് എൻ്റെ സ്റ്റോർ റൂം എന്ന് ഞാൻ പറഞ്ഞു. അല്ല, സ്റ്റോർ റൂമായിട്ടില്ല. ഞാൻ സ്റ്റോർ റൂമായിട്ടൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കൊരു സ്റ്റോർ റൂം പണിയണം, എനിക്കൊരു വർക്ക് ഏരിയ പണിയണം, എനിക്ക് ചെറിയ ഡൈനിങ് ഹാൾ. അപ്പം ഞാൻ ചോദിച്ചു, ടീച്ചറും ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ, പിള്ളേർ രണ്ടും സ്ഥലത്തില്ല, ഈ വീട് ഇനിയും വലുതാക്കി പണിത് കഴിഞ്ഞാൽ അത് ടീച്ചറിന് ഭാരമാകില്ലേ എന്ന് ഞാൻ ചോദിച്ചു. അത് ടീച്ചറിന് ഭാരമാകും, അത്രയും കൂടി സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യാനും പിടിക്കാനും ഈ പ്രായത്തിൽ ടീച്ചറിന് ഭാരമാകും. അത്ര അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം പണിതാൽ മതി, വലിയ അത്യാവശ്യമില്ലെങ്കിൽ പണിയണ്ട. ടീച്ചർ ആ പൈസ കൊണ്ട് നിങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ പറഞ്ഞു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞു, പല രീതിയിൽ ആരോഗ്യ പരിപാലനം ചെയ്യാം, ഒരു ഇൻഷുറൻസിൽ ചേരാം, പിന്നെ നല്ല നല്ല ചികിത്സാ രീതികൾക്ക് പോകാം, ഒരുപക്ഷെ മറ്റ് ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റിയ വ്യായാമങ്ങൾക്കോ അതുപോലെ ചില പ്രോഗ്രാമുകൾക്കൊക്കെ ടീച്ചർ ചേരും. അതിനൊക്കെ കുറേ കാശ് വേണ്ടേ എന്നോട് പറയണം. അപ്പോൾ ആവക കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കാൻ പറ്റത്തില്ല, എന്നാൽ വേറെ ചില കാര്യങ്ങൾക്ക് കാശ് ചിലവാക്കാം. നമ്മുടെയൊക്കെ എന്താണ് ആവശ്യം, എന്താണ് അത്യാവശ്യം, ഇത് തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. തിരിച്ചറിയാനുള്ള വിവേകം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ സാമ്പത്തിക സാക്ഷരതയിൽ സംഭവിക്കുന്ന ഇതാണ്, എൻ്റെ സമ്പത്തിനെ എനിക്ക് ഉപയോഗപ്രദമായ രീതിയിൽ എങ്ങനെ ചെലവഴിക്കാം. വേറൊരു വീട്ടിൽ ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് നല്ല പണമൊക്കെ ഉള്ളവരാണ്, പക്ഷെ അടുക്കളയുടെ അവസ്ഥ കണ്ടിപ്പോൾ വളരെ ദയനീയമായിട്ട് തോന്നി. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അടുക്കളയൊക്കെ ഒന്ന് മനോഹരമാക്കാൻ പാടില്ല എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്ക് മക്കളില്ലാത്ത ദമ്പതികളാണ് അവർ ചോദിച്ചു. ഉടനെ എന്നോട് ചോദിച്ചു, ആർക്ക് വേണ്ടിയാന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഉപയോഗിക്കുന്ന അടുക്കള ഇത്രയും ശോചനീയമാണ്, നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ല, നിങ്ങൾക്ക് പണമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടിയില്ല, നിങ്ങൾക്ക് വേണ്ടി അടുക്കളയൊന്ന് മനോഹരമാക്കി കൂടെ, കുറച്ചുകൂടി വൃത്തിയായ നല്ല സുന്ദരമായ ഒരു അടുക്കള ഉണ്ടാക്കി കൂടെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഭക്ഷണം പാകം ചെയ്യാനും. ഞാൻ പറഞ്ഞു വരുന്നത്, എവിടെ എങ്ങനെ പണം ചിലവാക്കണമെന്ന് അറിയാൻ പാടില്ലാതെ മറ്റു പല രീതിയിൽ പണം ഇത് സാമ്പത്തിക സാക്ഷരത ഇല്ലായ്മയുടെ കുഴപ്പമാണ്. അതുകൊണ്ട് തന്നെ ഇക്കണോമിക്സിൽ എപ്പോഴും സാമ്പത്തിക ശാസ്ത്രം എന്നുള്ള വാക്ക് തന്നെ ഉടലെടുത്തത്, ഒയ്ക്കണോമിയ എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഒയ്ക്കണോമിയ എന്നുള്ള പദത്തിൻ്റെ അർത്ഥം ഹൗസ് ഹോൾഡ് മാനേജ്മെൻ്റ് എന്നാണ്. ഗാർഹിക സാമ്പത്തിക ശാസ്ത്രമാണ്. ഗാർഹിക സാമ്പത്തിക ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് എക്കണോമിക്സ് തുടങ്ങുന്നത്. ആഡം സ്മിത്തും ആൽഫ്രഡ് മാർഷലും ഇങ്ങനെയുള്ള പല പല എക്കണോമിസ്റ്റുകൾ, അതിൽ നിന്നാണ് ഇത് ബിൽഡപ്പ് ചെയ്ത് വന്നത്. കാരണം കുടുംബത്തിലെ സാമ്പത്തിക ശാസ്ത്രം ശരിയായാൽ സമൂഹത്തിലെ സാമ്പത്തിക ശാസ്ത്രം ശരിയാകും, സമൂഹങ്ങളുടെ ശരിയാകുമ്പോൾ രാഷ്ട്രത്തിലെ സാമ്പത്തികം ശരിയാകും, ലോകത്ത് ശരിയാകും. അതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ബേസിക് എക്കണോമിക് യൂണിറ്റാണ് കുടുംബം. ബേസിക് എക്കണോമിക് യൂണിറ്റാണ് ഓരോ കുടുംബവും. അതുകൊണ്ടാണ് ഒയ്ക്കണോമിയ എന്നുള്ള വാക്ക് ഗാർഹിക സാമ്പത്തിക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് ഉടലെടുത്ത് വന്നത്. അപ്പോൾ അങ്ങനെ ഗാർഹിക സാമ്പത്തിക ശാസ്ത്രം ഉടലെടുത്ത് വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ എങ്ങനെ സമ്പത്ത് കൈകാര്യം ചെയ്യണം എന്നതിനെക്കുറിച്ച് വലിയ അറിവില്ല. നമ്മുടെ മക്കൾക്ക് അതുകൊണ്ട് തന്നെ പണം സമ്പാദിക്കുന്ന രീതികളോ പണം ചെലവഴിക്കുന്ന രീതികളോ എങ്ങനെ ആകണമെന്ന് അറിഞ്ഞുകൂടാ. മാതാപിതാക്കൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഫിനാൻസ് എഡ്യൂക്കേഷൻ്റെ ആവശ്യമുണ്ട്, സാമ്പത്തിക സാക്ഷരതയുടെ ആവശ്യമുണ്ട്. നമ്മൾ ഈ എപ്പിസോഡുകൾ ഒരു 10-40ഓളം പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ഈ എപ്പിസോഡുകളിലൂടെയെല്ലാം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാമ്പത്തിക സാക്ഷരതയാണ്, ഫൈനാൻഷ്യൽ ലിറ്ററസിയാണ്. ഇതിലൂടെ കടന്നു വരുമ്പോഴത്തേക്കൊരു വിവേകപൂർണമായ ബോധപൂർവമായ സാമ്പത്തിക ആസൂത്രണത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ നമ്മുടെ സ്വഭാവം മാറുന്നു. അതനുസരിച്ച് നമുക്കൊന്ന് ഈ ഇറോൾ ഫ്ലിൻ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റിൻ്റെ വരിയാണ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അദ്ദേഹം പറയുന്നത്, മൈ ടോട്ടൽ ക്യാരക്ടർ ആൻഡ് മൈ മിനിമം ഇൻകം രണ്ടും ചേർന്ന് പോകുന്നില്ല. മൊത്തത്തിലുള്ള എൻ്റെ സ്വഭാവവും എൻ്റെ ഏറ്റവും ചെറിയ വരുമാനവും തമ്മിൽ ചേർന്ന് പോകുന്നില്ല. അതായത് എൻ്റെ സ്വഭാവം അനുസരിച്ച് എനിക്ക് പണം ചിലവാക്കണം, എൻ്റെ സ്വഭാവത്തിനനുസരിച്ച് പണം ചിലവാക്കാനുള്ള വരുമാനം എനിക്കില്ല. ഇത് രണ്ടും കൂടി ചേർന്ന് പോകാത്തതിൻ്റെ ഫ്രിക്ഷനാണ് എൻ്റെ ജീവിതത്തിൽ കിടന്ന് കളിക്കണമെന്ന്. ഇതൊരു ആന്തരിക സംഘർഷമാണ് കേട്ടോ. ഈ ആന്തരിക സംഘർഷം, ഈ സാമ്പത്തിക രംഗത്ത് സംഘർഷം ഉണ്ടായാൽ
മറ്റ് പല മേഖലകളിലേക്ക് ഈ സംഘർഷം കടന്നു ചെല്ലും. ഒന്ന്, അത് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്നു, മെൻ്റൽ ഇക്വിലിബ്രിയത്തെ ബാധിക്കുന്നു. രണ്ട്, ശരീരത്തിൻ്റെ രോഗാവസ്ഥയെ സന്തുലിതാവസ്ഥയെ ബാധിക്കുന്ന അസുഖങ്ങൾ വരുന്നു. പ്രത്യേകിച്ച് ഇമോഷണലി ഇൻഡ്യൂസ്ഡ് ഇൽനെസ് എന്ന് പറയും. ഇമോഷണലി ഇൻഡ്യൂസ്ഡ് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ ചിന്തകളും വികാരങ്ങളും മൂലം തന്നെ ശരീരത്തിനുണ്ടാകുന്ന ചില വേദനകൾ, പ്രശ്നങ്ങൾ, സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നൊക്കെ ഇതിനെ വിളിക്കും. അതായത് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള അസുഖങ്ങളാണ്. എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, ആ പ്രശ്നം, ഈ പ്രശ്നം. ഇതെല്ലാം സാമ്പത്തിക രംഗത്തുണ്ടാകുന്ന അസ്വസ്ഥതയുടെ പ്രതിഫലനം കൂടിയാണ്. അപ്പം മനസ്സിന് പ്രശ്നം വരുന്നു, ശരീരത്തിന് പ്രശ്നം വരുന്നു, പിന്നെ ബന്ധങ്ങൾക്ക് പ്രശ്നം വരുന്നു. ചാടിക്കടിക്കണ പോലെയാണ് ഭാര്യയും ഭർത്താവും വരുന്നത്. കാരണം മനസ്സസ്വസ്ഥമാണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് വഴക്കാകുന്നു. സാമ്പത്തിക കാര്യം സംസാരിച്ചു തുടങ്ങിയാൽ അത് വലിയ വഴക്കിൽ അവസാനിക്കുന്നു. ആരോ പറഞ്ഞതുപോലെ ഞങ്ങളതുകൊണ്ട് ഞങ്ങളുടെ സാമ്പത്തിക കാര്യം മിണ്ടാറില്ല, മിണ്ടിക്കഴിഞ്ഞാൽ വഴക്കാം. കാരണം സാമ്പത്തിക കാര്യത്തിലൊരു റൊമാൻസ് ഇല്ല. ടീച്ചറെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, റൊമാൻസ് ഇല്ല, ഉള്ള സ്നേഹം പോകുന്നു, ബന്ധങ്ങൾ മാറുന്നു, പേരൻസും മക്കളും തമ്മിലുള്ള ബന്ധം മാറുന്നു, പേരൻസും മക്കളും തമ്മിൽ ബന്ധങ്ങൾ മാറുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഒരു സാമ്പത്തിക സാക്ഷരത ഇല്ലായ്മ മൂലമുണ്ടാകുന്ന ഏറ്റവും വലിയ വിപത്തിലേക്ക് നമ്മൾ ചെന്ന് പെടുകയാണ്. ഈ വിപത്തിലേക്ക് നമ്മൾ ചെന്ന് പെടുമ്പോഴത്തേക്കുമാണ് നമ്മുടെ എക്കണോമിക്സ് പൊളിയുന്നത്. നമ്മുടെ എക്കണോമിക്സ് പൊളിയുന്നതാണ് നമ്മുടെ പ്രശ്നം. ബൈബിളിൽ അപ്പനോട് കലഹിച്ച് സ്വത്തും മേടിച്ചു പോയൊരു മകൻ്റെ കഥ കർത്താവ് പറയുന്നുണ്ടല്ലേ. ലുക്കായുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ പ്രോഡിഗൽ സൺ എന്നാണ് അതിൻ്റെ ഹെഡിങ് തന്നെ, ധൂർത്തപുത്രൻ. എന്താണ് ധൂർത്തപുത്രൻ്റെ പ്രശ്നം? അവന് ഉള്ള സമ്പത്തിൽ അസ്വസ്ഥനാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്ത് അവൻ പിതാവിനോടൊക്കെ ഷെയർ ചോദിക്കുകയാണ്, എൻ്റെ ഓഹരി ഇങ്ങോട്ട് തരിക, എൻ്റെ ഓഹരി തന്നു കഴിഞ്ഞാൽ എനിക്കറിയാം എങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൻ ഷെയർ തന്നാൽ മാത്രം മതി. അങ്ങനെ ഷെയർ മേടിച്ചു കൊണ്ടുപോയ ഒരപ്പനെക്കുറിച്ച്, ഒരു മകനെക്കുറിച്ചും ആ മകനെ കാത്തിരിക്കുന്ന അപ്പനെക്കുറിച്ചുമാണ് ആ കഥ പറയുന്നത്. ഒരാടിനെ നഷ്ടപ്പെട്ടാൽ ആ ആടിനെ തേടിപ്പോകുന്ന കഥയെക്കുറിച്ച് പറയുന്ന അതേ കർത്താവ് തന്നെയാണ് ധൂർത്തപുത്രൻ്റെ ഉപമയിൽ മകൻ വരാൻ വേണ്ടി തേടിപ്പോകാതെ മകൻ വരാൻ വേണ്ടി കാത്ത് വീട്ടിൽ തന്നെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ചിത്രം. വളരെ മനോഹരമാണ് കർത്താവിൻ്റെ ഈ കാഴ്ചപ്പാട്. 99 ആടിനെ വീട്ടിട്ട് ഒരാടിനെ ഞാൻ അന്വേഷിച്ച് പോകുമെന്ന് പറഞ്ഞ അതേ കർത്താവ് തന്നെയാണ് ഈ പിതാവായ ദൈവത്തെ അവതരിപ്പിച്ചപ്പോൾ വീടിനകത്ത് മകൻ വരട്ടെ എന്നും പറഞ്ഞ് നോക്കിയിരിക്കുന്നത്. കാരണം മകൻ സാമ്പത്തിക മേഖലയിൽ അസ്വസ്ഥനാണ്. അതിനാണ് ഷെയർ ചോദിച്ചത്. ഈ ഷെയറും കൊണ്ടുപോയി അവൻ ജീവിക്കുമ്പോഴും നമുക്കറിയാം അവന് അതുകൊണ്ട് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ആവശ്യത്തിനുള്ള സാമ്പത്തിക സാക്ഷരത അവൻ ലഭിച്ചിട്ടില്ല. ലഭിച്ചിരുന്നെങ്കിൽ അവൻ പിതാവിനോട് ഷെയർ ചോദിക്കത്തില്ലായിരുന്നു. എന്നിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവസാനം തവിട് ആ സംഭവം നമുക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിക്കാത്തത്. അവിടെ ചെന്ന് കഴിഞ്ഞ് ജീവിച്ച് കാശെല്ലാം തീർന്ന് അവസാനം തവിടും കഴിച്ച് ഇങ്ങനെയൊക്കെ ജീവിക്കുന്ന സമയത്താണ് അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുന്നതും പിന്നീട് തിരിച്ചു വരുന്നതും അപ്പൻ മകനെ ആശ്ലേഷം ചെയ്തിട്ട് സ്വീകരിക്കുന്നതൊക്കെ. നോക്കണേ, ഇവിടെ കാത്തിരിക്കുന്ന പിതാവിനെക്കുറിച്ച് പറയുമ്പോഴും നമുക്കറിയാം തെറ്റുപറ്റിയ മകൻ. അവൻ സാമ്പത്തിക മേഖലയിൽ തെറ്റുപറ്റി. സാമ്പത്തിക മേഖലയിൽ തെറ്റുപറ്റിയത് കൊണ്ട് അവന് പിതാവിൻ്റെ സ്നേഹം മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ കണക്റ്റഡാണ്. സാമ്പത്തിക മേഖലയിൽ സംഘർഷമുള്ള ഒരാൾക്ക് ബന്ധങ്ങളിൽ പാളിച്ച സംഭവിക്കും. അതാണ് ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. ബന്ധങ്ങളിൽ പാളിച്ച സംഭവിച്ചു. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എൻ്റെ അമ്മയോട് പറഞ്ഞു, 45 വയസ്സുണ്ട് അയാൾക്ക്, സ്വന്തം അമ്മയോട് പറഞ്ഞു, ഈ വീട് സ്ഥലമൊന്നും എൻ്റെ പേരിൽ എഴുതി തരണം, എനിക്കൊരു ലോൺ എടുക്കണമെങ്കിൽ എൻ്റെ പേരിൽ ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് എഴുതി തന്നാൽ മാത്രമേ ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു ബിസിനസ് ചെയ്യണമെങ്കിൽ എനിക്ക് ലോൺ വേണം, ലോൺ കിട്ടണമെങ്കിൽ സ്വന്തം പേര് സ്ഥലം വേണം, അതുകൊണ്ട് അമ്മ എത്രയും വേഗം ഈ സ്ഥലവും വീടും എൻ്റെ പേരിൽ എഴുതി തന്നാൽ ലോൺ എടുക്കാം, നമുക്ക് ബിസിനസ് ചെയ്യാം. എന്നെ അമ്മ മകനോട് ചോദിച്ചു, മോനെ 45 വയസ്സായിട്ടും ഒരു ലോൺ എടുക്കാൻ തക്ക വിധത്തിൽ 5 സെൻറ്റ് ഭൂമി നിനക്ക് സ്വന്തമാക്കാൻ ഇതുവരെ സാധിച്ചില്ലേ? കുടുംബത്തിൻ്റെ ഓഹരിയോ ഷെയറോ എടുത്തിട്ട് വേണമോ ലോൺ എടുക്കാൻ? വലിയ ചോദ്യമാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മുടെ ജീവിതത്തെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തെ നമുക്ക് തന്നെ ഡിസൈൻ ചെയ്യാൻ സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ആവശ്യത്തിന് സാമ്പത്തിക സാക്ഷരത ഇല്ലാത്തതുകൊണ്ട്. എന്നിട്ട് ഈ മകൻ അപ്പൻ്റെ അടുക്കെ വന്നേച്ചും, ധൂർത്തപുത്രൻ അപ്പൻ്റെ അടുക്കെ വന്നേച്ചും പറയുക, എന്നെ ഇവിടെ ഒരു സെർവൻ്റായിട്ടൊക്കെ നിർത്തിയാൽ മതി, പാഠം പഠിച്ചു, കൊച്ചു പാഠം പഠിച്ചു, എന്നെ ഇവിടെ ഒരു സെർവൻ്റായിട്ടൊക്കെ നിർത്തിയാൽ മതി. പക്ഷേ കഥയിൽ നമുക്കറിയാം അപ്പൻ്റെ സ്നേഹം, മക്കളോടുള്ള അപ്പൻ്റെ സ്നേഹവും കരുതലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ അവനെ ആശ്ലേഷിച്ച് അവൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്ത ഒരപ്പനെ കാണുന്നു. അതുകൊണ്ട്
നമ്മൾ നമ്മുടെ ജീവിതം നമുക്കായി ഡിസൈൻ ചെയ്യണമെന്നുള്ളൊരു പോയിൻ്റാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഡിസൈൻ ചെയ്യണമെങ്കിൽ സാമ്പത്തിക സാക്ഷരത ആവശ്യമാണ്. എൻ്റെ കുടുംബത്തിൻ്റെ വരുമാനം, എൻ്റെ കുടുംബത്തിൻ്റെ ചെലവ്, ഞങ്ങളുടെ കടം, ഞങ്ങളുടെ സമ്പാദ്യം, ഞങ്ങളുടെ ഇൻഷുറൻസ്, ഇതെല്ലാം ഓരോ വ്യക്തികൾക്കും മനസ്സിലാകണം. പല കുടുംബത്തിലും ചില അപ്പന്മാരുണ്ട്, സാമ്പത്തിക ഭാരങ്ങളൊന്നും ആരോടും പങ്കുവയ്ക്കത്തില്ല, ഭാര്യയോടും പറയത്തില്ല, മക്കളോടും പറയത്തില്ല. എന്നിട്ട് ഇവരിതിങ്ങനെ ഹൃദയത്തിലും മനസ്സിലും ഒക്കെ ചിന്തയിലും ഒക്കെ കൊണ്ടു നടന്ന് അവർ രോഗികളാകുന്നു, അസ്വസ്ഥരാകുന്നു, ബന്ധങ്ങളിൽ പാളിച്ചകൾ വരുന്നു, അല്ലെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് ഇടപെടുന്നു, മോശമായ രീതിയിൽ പണം സമ്പാദിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെ ജീവിതത്തിൻ്റെ നിഷേധാത്മകമായ രൂപങ്ങൾ കാണുമ്പോഴാണ് ബാക്കിയുള്ളവർ അറിയുന്നത്, ഓ ഈ വീട്ടിൽ ഇത്രയും കടമുണ്ടായിരുന്നോ, ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ഗ്രഹനാഥന്മാരോട് ഞാൻ ചോദിക്കും, എന്തിനാ നിങ്ങൾ പറയാത്ത മറ്റുള്ളവരോട്? പലരും എന്നോട് പറയണ്ട ടീച്ചറെ, ഞാൻ തന്നെ വിഷമിച്ചാൽ നടക്കണം, പിന്നെ ഞാനെന്തിനാ ഇവരെയും കൂടി വിഷമിപ്പിക്കണമെന്ന് ഞാൻ ഓർക്കും. അമിത സ്നേഹമാണേ, അമിത സ്നേഹം. മറിച്ച് ഇതെല്ലാം പങ്കുവെച്ച് കഴിയുമ്പോൾ എല്ലാവരും കൂടി ചേരുന്നതാണ്. ആഡം സ്മിത്തിൻ്റെ ഒരു കൊട്ടേഷൻ, ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായത്തിൽ ഇങ്ങനെ ആഡം സ്മിത്ത് പറയുന്നു, ഒരുവൻ ധനവാനാണോ ദരിദ്രനാണോ എന്ന് നിശ്ചയിക്കുന്നത് മറ്റുള്ളവരുടേതുമായി താരതമ്യപ്പെടുത്താതെ നമുക്കാവശ്യമായിട്ടുള്ള വസ്തുക്കളും ജീവിത സൗകര്യങ്ങളും അനുഭവിക്കാനാവുന്നുണ്ടോ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. വി ഷുഡ് നോട്ട് കമ്പയർ വിത്ത് അതേഴ്സ്, ബട്ട് വി ഷുഡ് ഡിസൈൻ ആൻഡ് ഡിറ്റർമൈൻ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഉണ്ടോ, ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ഡിസൈൻ ചെയ്യുക എന്ന് പറയുന്നത്. അതിനാവശ്യമുള്ള സാമ്പത്തിക സാക്ഷരതയാണ് നമുക്ക് ആവശ്യം. ഈ സാമ്പത്തിക സാക്ഷരതയിലേക്ക് നമ്മൾ വളരണം. അതാണ് ഈ ഓരോ എപ്പിസോഡിൻ്റെ ഉദ്ദേശം. കൃത്യമായി ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങി ഇപ്പോൾ ഈ നമ്മൾ എത്തി നിൽക്കുന്ന 40-നോടടുത്ത് എത്തി നിൽക്കുന്ന എപ്പിസോഡുകളിലൂടെ കൃത്യമായി ഒരു ബുക്കും പേനയും എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ സാമ്പത്തികമായി ക്രമീകരിക്കാൻ തക്ക വിധത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഇതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാതെ എനിക്കെന്താണ് ആവശ്യം, എനിക്കെന്താണ് അത്യാവശ്യം, ഞങ്ങളുടെ വീട്ടിൽ അനാവശ്യമായിട്ടുള്ള എന്താണ് എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കണം. അല്ലാതെ കുറേ നാളുകൾക്ക് ശേഷം ഈ വീടങ്ങ് ഇടിച്ചു പൊളിച്ച് കളയാൻ തോന്നുന്നു എന്ന് നമ്മൾ പറഞ്ഞ സംഭവത്തിലേക്ക് എത്തിച്ചേരാതെ ദൈവത്തിൻ്റെ വിവേകം, പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമുക്ക് ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുന്നു. നന്ദി.